ഹലോ ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഗൈസ്? ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. മലയാളി. ഓക്കെ ഓക്കെ. എടാ ഒന്ന് ഉറക്കെ പറയും. ഗുജറാത്തിലെ കുൽക്കർണി ഗ്രാമത്തിൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മുട്ടായി തെരുവിലാണ്. ഹായ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. എന്നിട്ട് പോവാം. സിമ്പിള്. ഒരു ആദ്യമായിട്ടില്ലേ ആധാർ കാർഡില്ലേ നിലവിൽ വന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനം ഏതാ പറയാൻ പറ്റുമോ? ആന്ധ്രാപ്രദേശ്. റോങ് ആൻസർ. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. ഗൈസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ആധാർ കാർഡാണ് ഇറക്കിയത്. ഇനി ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഹലോ ഗൈസ്, ഹായ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ പറയാൻ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ പേര് അറിയോ? റോങ് ആൻസർ. ഓക്കെ. അപ്പൊ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അനസ് വ്ലോഗ് 21 ഒരു യൂട്യൂബ് ചാനലാ. ഹാപ്പി അല്ലേ? ഓക്കെ. ഹായ് ഗൈസ്. ഹായ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹാപ്പി അല്ലേ? ലോക ആമ ദിനം എന്നാണ്? വിളിക്കാൻ പറ്റൂല. ഹാപ്പി അല്ലേ? ഓക്കെ. ആ ആൻസർ കിട്ടിയാൽ മതി. പക്ഷേ വിളിക്കാൻ പറ്റൂല. ലൈഫ് ലൈൻ ഇല്ല. പിന്നെ അങ്ങനെ ആമ ദിനം. യെസ്. കുറച്ചിങ്ങോട്ട് വരും. യെസ് പറയൂ. ആമ ജനിച്ച ദിനം. യെസ്. ലോക ആമ ദിനം എന്നാണ് ഗൈസ് ചോദിക്കുന്നുണ്ട്. ഈ പൊട്ടനെ ഒന്നും പറയാൻ കഴിയുന്നില്ല. പൊട്ടന് എന്നൊക്കെ പറയുമ്പോ പൊട്ടനല്ല, ലുക്കുള്ള ഒരാള്, ദുൽഖറിന്റെ മാതിരി. എന്താ ചെയ്യപ്പന്റെ ചോദ്യം ഒരു ബുദ്ധിയുള്ള ചോദ്യമാണല്ലോ. എന്നാ വേറെ ചോദ്യം വേണോ? വേറെ ചോദ്യം. ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലെ വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ പേരറിയാം? എന്റെ മോൻ ആ ചോദിക്കറിയാം. എന്നാ പറയൂ. ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയും. ഞാൻ ഇതില് പറയില്ല. എന്താ പറഞ്ഞ ശരിയാവില്ല. എന്നായിക്കോട്ടെ. ഈ ലോകത്തിൽ ആദ്യമായിട്ട് ആധാർ കാർഡ് നിലവിൽ വന്ന ഒരു സംസ്ഥാനമുണ്ട്. അത് പറയും. ഒക്കെ പഠിച്ചു വന്നല്ലേ? അതെ. ആദ്യം ഞാൻ എന്നോട് ചോദിക്കാണെങ്കിൽ ഈ ഉത്തരം എന്നൊക്കെ പറയാൻ ഇല്ല. ഈ പഠിച്ചു വന്നതിനോടുള്ള ഈ ഉത്തരങ്ങൾ അലറൽ എന്ന് പറഞ്ഞാ അത് ഞാൻ ഒന്ന് നോക്കട്ടെ. പഠിച്ചില്ല. പഠിക്കണം. പഠിക്കാനുള്ള സാമർത്ഥ്യം എടുക്കും ആണല്ലേ? ഓക്കെ. എന്നോട് ചോദിച്ചു എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനോട് ചോദിക്കാം ആന അലറലോട് അലറൽ. ഓക്കെ. എനിക്ക് കഴിയൂല. അതെന്താ കഴിയാത്ത? അത് എനിക്കറിയില്ല. സാമർത്ഥ്യം ഉണ്ടല്ലോ. സാമർത്ഥ്യം ഉണ്ട്. ചോദ്യം ചോദിക്കാതെ സാമർത്ഥ്യം എടുക്കുന്നുണ്ടല്ലോ. അതെ, പ്രശ്നമില്ല. അമ്മ അടുത്ത പ്രാവശ്യം ആക്കാം. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ. ഒരു ആയി പറഞ്ഞു. ഓക്കെ ഗൈസ്, വലിയ സീന്. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ സീനാവും. കാരണം എനിക്കാകെ 4 ചോദ്യം അറിയുള്ളൂ. അത് മാത്രം എടുത്ത് വന്നതാണ്. മാക്സിമം ലൈക്ക് അടിക്കണം. ഓക്കെ. അപ്പോൾ ഒന്ന് പൊള്ളിക്കാൻ വേണ്ടി പോകുക ഗൈസ്. ഇന്ന് വിഷുവിൻ്റെ സ്ട്രീറ്റാണ് ഇവിടെ കാണുന്നത്. ഫുള്ള് ഇവിടെ. സുഖല്ലേ? ഹായ് ബ്രോ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ പറയാൻ പറ്റുമോ? വരൂ. ലോക ആമ ദിനം എന്നാണ്? ആമനെ ചോദിക്കേണ്ടി വരും. ഓക്കെ. അങ്ങനെയാന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തടാകത്തിന്റെ പേരറിയോ? ശ്രീലങ്കയിലുള്ള അതുമല്ല. അല്ല, ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ആൻസർ വീഡിയോ അല്ലേ ഈ പറഞ്ഞത്? ആണ്. പറഞ്ഞു തരണോ? ഗൈസ്, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഏതൊക്കെ ആൻസർ നമുക്ക് വേണ്ടി? എനിക്ക് ആൻസർ ഗൈസ്, എന്താ അറിയോ, ഇവിടെ ആൻസർ പറഞ്ഞു കൊടുത്താൽ മൊത്തത്തിൽ ആൻസർ അങ്ങോട്ട് വിളിച്ചു പറയും. പിന്നെ ഞാൻ ലോക്കാവും. പിന്നെ ഈ അങ്ങനത്തെ ഓരോ പരിപാടികളുണ്ട്. അതെ. ഗൈസ്, എന്താ അറിയോ വിഷയം? എന്താ അറിയോ ഗൈസ്, വിഷയം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇവര് ടീം മൊത്തത്തിൽ ഗ്രൂപ്പിലൊക്കെ ഇട്ടാളൂ. ഞാൻ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാനിങ്ങനെ ഗിഫ്റ്റ് ഇങ്ങനെ വെറുതെ കൊടുക്കേണ്ടി വരും. നമ്മളാണ് വലിയ ലക്ഷറി ആയിട്ടുള്ള ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. ലക്ഷറി വൈബാണ് ഫുള്ള്. ചെറുതെന്നൊക്കെ മാറി വലിയ കളികൾ. വലിയ കളികളില്ല, വലിയ കളികൾ, ഫുള്ള് വലിയ കളികൾ. ഓക്കെ. അപ്പോൾ നോക്കാം. ഇവിടെ ടീം വരുന്നുണ്ട്. ഹായ് ഗൈസ്, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ പറയോ? ലോകത്തിലെ ഏറ്റവും വലിയ തടാകത്തിന്റെ പേര് പറയോ? അല്ല, റോങ് ആൻസർ. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അനസ് വ്ലോഗ് 21. ഹാപ്പി അല്ലേ? ഓക്കെ, ബൈ ഗൈസ്. പെട്ടെന്നുള്ള ചോദ്യം, പെട്ടെന്നുള്ള ആൻസർ. ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ വലിയ ഗിഫ്റ്റൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ചോദ്യങ്ങളായിക്കോട്ടെ. ഓക്കെ. ഹായ് ബ്രോ. ഗൈസ്, അപ്പോൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്
അമ്മ ചോദിച്ചു നോക്കാം, മുന്നിൽ ഒരു ടീമൊക്കെ വരുന്നുണ്ട്, അമ്മ പെട്ടെന്നുള്ള ഇമ്പ്രഷനും പെട്ടെന്നുള്ളതായിരിക്കും. ഹായ് ഗൈസ്, ഓ പേരെന്താ? ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാൻ ചെറിയ ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള ഒരു ജീവിയുണ്ട്, അതിൻ്റെ പേരെന്താ പറയാൻ പറ്റും? ആ യെസ്, ക്ലൂ ഇല്ല. ഇല്ല, അറിയില്ല. പൂച്ചല്ല. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ആയി പറഞ്ഞോളൂ. ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ അല്ലേ? എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21, ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ് ആണല്ലേ? ഓക്കെ. ഹലോ ഗൈസ്, അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ കയറിയൊക്കെ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്നാവോ നമുക്ക് ചോദ്യം. ഇവിടെ കുറേ ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ട്, ഒരാൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഹായ് ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി അല്ലേ? ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു ഓക്കെ, അപ്പോൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് നിലവിൽ ആദ്യമായിട്ട് വന്ന ഒരു സംസ്ഥാനമുണ്ട്, അതിൻ്റെ പേരെന്താ? ഇന്ത്യയിൽ മൊത്തമായിട്ട് വന്നാൽ അല്ല, ഒരു സംസ്ഥാനമുണ്ട് ആദ്യമായിട്ട് നിലവിൽ വന്ന. ഗുജറാത്തിലെ കുൽക്കർണി ഗ്രാമത്തിലാണ് ആദ്യമായിട്ട്. ഓക്കെ, ഒന്ന് ഉറക്കെ പറയും. ഗുജറാത്തിലെ കുൽക്കർണി ഗ്രാമത്തിൽ. അവിടെയാണ് ആദ്യമായിട്ട് ആണല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയത്? 94 ആണ്. ഗുജറാത്തിലെത്തിപ്പോയി, പക്ഷെ പൊട്ടതര പറഞ്ഞേ. റോങ് ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, ഏതാണ് സംസ്ഥാനം? എനിക്ക് തോന്നുന്നത് കേരളമാണ്. കേരളം. ഓക്കെ, എനിക്ക് തോന്നുന്നത് കേരളമാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ. അറിയൂ. അപ്പൊ നിങ്ങളെ ഹാപ്പി ആയില്ലല്ലോ. നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞാൽ എങ്ങനെ ഗിഫ്റ്റ് തരാം? ഓക്കെ ഗൈസ്, നമ്മൾ ആൻസർ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, പറയട്ടെ. മഹാരാഷ്ട്ര. പ്രൂഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിന്റെ വീഡിയോ ഓഫ് ആക്കിയിട്ട് പ്രൂഫ് കാണിച്ചെടുക്കാൻ പോവാണ്. ഇത് മൊത്തത്തിൽ കാണാം. നിങ്ങൾ നോക്കിക്കോ, ഗൂഗിൾ എടുക്ക്, ഫോൺ എടുക്ക്. ഞാൻ മനസ്സിലാക്കി ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരൊറ്റ ആധാർ, മഹാരാഷ്ട്രയിൽ വേറെ ആധാറാണ്. ഓക്കെ, ഗൂഗിൾ എടുക്കൂ. എന്താ അടിക്കേണ്ടത്? ആധാർ കാർഡ് ഫസ്റ്റ് ടൈം എന്തെങ്കിലും അടിച്ചു നോക്കാം. ഒന്നുകൂടി നോക്കട്ടെ. കറക്റ്റ് ആൻസർ അല്ലേ? സമ്മാനം നേടിയിരിക്കുന്നേ ആണല്ലേ? ഓക്കെ, ഇയാള് ആരായിട്ട് വരും ഇവിടുത്തെ? ആണല്ലേ? ഓക്കെ, ഇയാളെ കുറിച്ച് 2 വാക്ക് പറയാന്ന് വെച്ചാൽ? 2 അല്ല 4 വാക്ക് പറയൂ. സത്യം പറയാലോ, പോലത്തെ ഒരു ബ്ലഡി പുളി ലോകത്തിലുണ്ടാവും. ഓക്കെ, നിങ്ങളെ കുറിച്ചായിട്ട് പറയുന്നേ? ആണല്ലേ? നിങ്ങൾ എത്ര നേരമായി മടിക്കാൻ തുടങ്ങിയിട്ട്? അതെ, അപ്പൊ ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ, ഹായ് ഗൈസ്. ഹായ് ഉനൈസ്, പ്രിയപ്പെട്ട ഉനൈസ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള ഒരു ജീവി ഉണ്ട്, അതിന്റെ പേര് പറയാൻ പറ്റുമോ? ഈ പഠിച്ചതാണ്? ആണ്, നമ്മൾ ഒരുമിച്ച് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ക്വസ്റ്റ്യൻ. പറയൂ. വീഡിയോ എടുക്കണം, പ്രശ്നമില്ല, നമ്മളെ ഫാൻസ് ആണ്. പറയൂ. ആണോ? എന്നാ ലോക ആമദിനം എന്നാ? അറിയില്ല. ഓക്കെ, എന്നാ ഒരായി പറഞ്ഞു. ഒന്നും അറിയില്ലല്ലോ. എന്താണ് മോനെ? കറക്കി നടക്കല്ലേ മൊത്തം? പൊളിക്ക്, എൻ്റെ സ്നേഹ വലുത്. നമ്മ പോയേക്കോ, കമോൺ. നമ്മൾ ഇവന്റെ കുറച്ച് ഫ്രണ്ട്സുകളെ കാണാൻ വേണ്ടിട്ട് കുറച്ച് മേലെ വരെ പോകുന്നുണ്ട്. വരുന്നില്ല, പെണ്ണുങ്ങളെ മാതിരി. വാ മനീസ്, അപ്പൊ നമ്മള് ക്വസ്റ്റ്യത്തിന് ആൻസർ എനിക്കറിയില്ലടാ. ക്വസ്റ്റ്യത്തിന് ആൻസർ അറിയില്ല.
ഹായ് ഗൈസ്, ഹായ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ? ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു തടാകമുണ്ട്, ആ തടാകത്തിന്റെ പേരെന്താ പറയാൻ പറ്റുമോ? കോരപ്പുഴ. എന്താ മോനെ പറയുന്നത്? എന്താണ് അവന്റെ കാല്? റോങ് ആണ്. യമുന നദിയോ? അല്ല, ഓളല്ല. ഗംഗയല്ല, ഓളൊന്നല്ല. ശ്രീലക്ഷ്മി അല്ല. അപ്പോ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പൊ ക്യാമറ നോക്കി ആയി പറഞ്ഞോ. ഹായ് ഗൈസ്, ഹായ്. പേരെന്താ? ജിഷ്ണു. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ പറയാൻ ചെറിയ ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ. ഈ ആധാർ കാർഡ് ഇല്ലേ, ആധാർ കാർഡ് ആദ്യമായിട്ട് നിലവിൽ വന്ന ഒരു സംസ്ഥാനമുണ്ട്, അതിന്റെ പേരെന്താ പറയാൻ പറ്റും? ആന്ധ്രാപ്രദേശ്. അപ്പോ എന്താ പേരെന്താ? ഓക്കെ. എങ്ങനെ നിങ്ങളത് പറയാൻ കഴിയുന്നത്? പൊട്ടത്തര പറഞ്ഞു, പൊട്ടത്തര. റോങ് ആൻസർ. ആൻസർ മഹാരാഷ്ട്ര. ഒരായി പറഞ്ഞോളൂ. ഓക്കെ. ഹലോ ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഈ വലിയൊരു തടാകമുണ്ട്, ആ തടാകത്തിന്റെ പേരെന്താ പറയാൻ പറ്റും? ഏതാ? അറിയൂല? അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടോ? ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് 21. ബൈ ഗൈസ്. അങ്ങനെയാണ് പെട്ടെന്നുള്ള ചോദ്യം, പെട്ടെന്നുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വൻ തിരക്കാണ് ഗൈസ്, ഇവിടെ ഫുള്ള് തിരക്കാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ട്. എവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഗൈസ്. ഓക്കെ, എവിടുന്ന് വരുന്നത്? ഹരിക്കുനിയുള്ള ആൾക്കാർ ഒരായി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കച്ചവടമൊക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ചോദിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള ഒരു ജീവി ഉണ്ട്, അതിന്റെ പേര് പറയും. പാമ്പ്. ഓക്കെ, പറയൂ. എന്താണ്? അതാണ്. പറയൂ, മടിക്കണ്ട, പറയൂ. ഏറ്റവും കൂടുതൽ മനുഷ്യരെക്കാളില്ലേ കാഴ്ച ശക്തി കൂടുതലുള്ള ഒരു ജീവിയുണ്ട്, അതിന്റെ പേരെന്താ? ആണല്ലേ? ഓക്കെ, മണ്ടത്തരം. ഓക്കെ, പ്രശ്നമില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം ആക്കാം. ഓക്കെ, സുഹേലിക്കായോ? ആരാണ് ഗൈസ്? നമുക്ക് ഒരു ഫാൻ ഉണ്ട്, നമ്മളെ വീഡിയോ ഡെയിലി കാണുന്ന പറയുന്നത്. അപ്പോൾ നമ്മളെ സുഹേലിക്കാന്നാണ് പേര്. നമ്മൾ ചോദിച്ചു നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ സുഹേലിക്കാനോട്. ഏറ്റവും കൂടുതൽ വലിയൊരു തടാകമുണ്ട്, ആ തടാകത്തിന്റെ പേരെന്താ പറയാൻ പറ്റുമോ? ഓക്കെ, എൻ്റെ വീടിൻ്റെ അടുത്താന്നാ പറഞ്ഞത്. പറയൂ. ഹാപ്പി അല്ലേ? ഓക്കെ, ആണല്ലേ? ഓക്കെ, ഒരായി പറഞ്ഞോ. ഓക്കെ ഗൈസ്, ഇതൊക്കെ നമ്മളെ SMലുള്ള ഷോപ്പുകളാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ആയല്ലോ. ഓക്കെ, ഈ ഒരു മലയാളി. ഓക്കെ ഗൈസ്, ആണ് മലയാളി. ഓക്കെ ഓക്കെ, എടാ ഈ പ്രശ്നങ്ങളൊക്കെ വരാനും തീരാനും ഒരൊറ്റ നിമിഷം മതി. പക്ഷെ നമ്മള് പതറരുത്. മലയാളിക്ക് ആധാർ കാർഡ് ഉണ്ടോ? ഉണ്ടല്ലേ? ഈ നിലവിൽ ആധാർ കാർഡ് ഇല്ലേ, ആദ്യമായിട്ട് വന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ പറ്റുമോ? ആണല്ലേ? ഓക്കെ, നിങ്ങൾ മക്കറാക്കുന്നു. അതെ, ഇവരൊക്കെ എങ്ങനെയാണ് പണിയെടുക്കാന്? ഓന് കുഴപ്പമില്ല, ബോസ് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ചെറിയൊരു തിഞ്ഞടിയാ. ആണല്ലേ? ഓക്കെ, പിന്നെ ആണ് ലവർ. ഓക്കെ, ഗൈസ്, ഇപ്പം ക്യാമറ കാണുന്ന ആൾക്ക് 18 ലവർ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ആൾക്കാരോട് ചോദിക്കണം. ആണല്ലേ? ഓക്കെ, നിസാം എന്ന് പറഞ്ഞ ആളെ. ഓക്കെ, ഓഫ് ദ മോഡൽ. ഓക്കെ, അവൻ മോളിൽ പോയേക്കാം. ഓക്കെ, ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. അവിടെയും ടീംസ് ഉണ്ട് ഗൈസ്. ഇവിടുത്തെ മോഡൽ ആരാ?
മോഡൽ. ഓക്കെ, എങ്ങനെയുണ്ട് സാലറി ഒക്കെ എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, എങ്ങനെ ഈ മോഡലൊക്കെ ചെയ്യുമ്പോൾ മോഡൽ നിങ്ങൾ ചെയ്തോ, വ്ളോഗ് നിങ്ങൾ ചെയ്തോ? അത് എങ്ങനെയുണ്ട് പണിയൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓക്കെ ആണ്. സെൻഡ് ഓഫോ? ഓക്കെ. അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അവരോട്? ഓക്കെ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. ആധാർ കാർഡ് ഇല്ലേ? ഉണ്ടോ? ഓക്കെ, ആധാർ കാർഡ് നിലവിൽ ആദ്യമായിട്ട് വന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ പറ്റുമോ? പഞ്ചാബ്. ഓക്കെ, പറയൂ. പഞ്ചാബാണോ? പഞ്ചാബ്. ഓക്കെ, കാസർഗോഡ്. ഡൽഹി. ഓക്കെ, ഇതാ കാസർഗോഡ്. കാസർഗോഡ് സംസ്ഥാനം. മോനെ, അതെ, കാസർഗോഡ്. കാസർഗോഡ് എന്ന സംസ്ഥാനമായി. കാസർഗോഡ് എന്ന സംസ്ഥാനമായി. പ്രശ്നമില്ല. എന്നാ ഞാൻ പോട്ടെ. ഒരായി പറഞ്ഞോ? ഓക്കെ, ബൈ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഓക്കെ, നിസാം. ഓക്കെ, 18 ലവറുള്ള അടിമ. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും യൂട്യൂബിലുണ്ടാവും. ഇന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അതെ ഗൈസ്, അമ്മ ഇവിടെ ചോദിച്ചോക്കോ, ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് നിലവിൽ ആദ്യമായിട്ട് വന്ന സംസ്ഥാനത്തിന്റെ പേര് പറയാൻ പറ്റുമോ? ബീഹാർ. ഓക്കെ, ബീഹാർ സംസ്ഥാനമാണ്. ഓക്കെ, ഓൻ പറഞ്ഞ എന്താ അറിയോ? കാസർഗോഡ് സംസ്ഥാനമാണെന്ന്. അതെ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ, മണ്ടത്തരങ്ങൾ കയ്യും കാര്യം വെച്ചാണ് ആണല്ലേ? ഓക്കെ ഗൈസ്, ഇപ്പോൾ ബോസ് പറഞ്ഞ മാതിരി ബാക്കി കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എടുത്ത്. അപ്പോൾ ഇനി ഞാൻ പോവാണ്. ഓക്കെ, ഹാപ്പി അല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇനി ഞാൻ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ മാറിപ്പോയി ഗൈസ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറയുന്ന ഒരു സ്ട്രീറ്റ് കണ്ടോ? വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയില്ല ഗൈസ്. എന്തൊരു സ്ട്രീറ്റാണ് ഇത്! ഫുള്ള് സ്ട്രീറ്റോട് സ്ട്രീറ്റ്, വലിയ സ്ട്രീറ്റ്. ഇതിൻ്റെ മോനെ ഗൈസ് കണ്ടില്ലേ? ഫുള്ള് ആൾക്കാർ വരിക ചെയ്യുക. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നിറയുന്ന സ്ട്രീറ്റ് ഗൈസ്. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഗൈസ്, പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്താൽ ആൾക്കാർക്ക് ചിലപ്പോൾ നടക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. അപ്പോൾ ഈ വലിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റൊക്കെ കെട്ടിക്കൊടുത്താൽ അവർക്ക് സുഖമായിട്ട് നടക്കാം ഗൈസ്. അപ്പോൾ ഞാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഗൈസ്. മൊത്തത്തിൽ ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇവിടെയൊക്കെ തിങ്ങി നിറയാണ്. ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ ഹാപ്പി അല്ലേ? ഏറ്റവും കൂടുതൽ വലിയൊരു തടാകമുണ്ട് ലോകത്തിൽ, അതിൻ്റെ പേര് പറയാൻ പറ്റുമോ? വലിയ തടാകോ? യെസ്. അപ്പൊ പറഞ്ഞ പറയൂ. ഗംഗ. അല്ല, റോങ് ആണ്. ക്ലൂ ഇല്ല. അപ്പോൾ ചെറിയ വേറെ ക്വസ്റ്റ്യൻ. ഈ ആധാർ കാർഡ് ഉണ്ടോ നിങ്ങൾക്ക്? ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് നിലവിൽ ആദ്യമായിട്ട് വന്ന ഒരു സംസ്ഥാനമുണ്ട്. സംസ്ഥാനം? യെസ്, ഗുജറാത്ത്. ഓക്കെ, പഞ്ചാബ്. മൊത്തം റോങ് ആൻസർ. ഒരായി പറഞ്ഞു ഗൈസ്. കാലിക്കറ്റ് SMC മൊത്തം തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഹായ് ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു തടാകം ഉണ്ട്. ആ തടാകത്തിന്റെ പേരെന്താ പറയാൻ പറ്റുമോ? എന്ത് ഇവിടെ പേരോ? ശിബിലേക്ക് അറിയാം. ഓക്കെ, പറയൂ. യെസ്, നിങ്ങൾ പറയൂ. അറിയില്ല. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, ബൈ ഗൈസ്. ഞാനിപ്പോൾ മാനാഞ്ചിറ സ്ക്വയറിലാണുള്ളത്. ഇന്ന് ഇവിടെ മൊത്തത്തിൽ ഞാൻ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി പോവാം ഗൈസ്. മേലെ കൂടെ വിമാനം പോകുന്നുണ്ട്, കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ് കണ്ടോ? ഒരു വിമാനം പോകണം. കണ്ടോ ഗൈസ്? കണ്ടോ? പോയി ഗൈസ്. അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആ സൈഡിൽ, ഈ സൈഡിൽ, ആ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പോയിട്ട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാം. ഹലോ ഗൈസ്, മലയാളം അറിയോ? അറിയില്ലേ? ഓക്കെ, ഈ ആധാർ കാർഡ് ഉണ്ട് നിങ്ങൾക്ക്? ആധാർ കാർഡ് നിലവിൽ ആദ്യമായിട്ട് വന്ന ഒരു സംസ്ഥാനമുണ്ട്. അതിൻ്റെ പേരെന്താ പറയാൻ പറ്റുമോ? ആന്ധ്രാപ്രദേശ്. ഓക്കെ, നിങ്ങൾ പറയൂ. ഓക്കെ, റോങ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ഹായ് ഗൈസ്. ഹായ്, പേരെന്താ? വിശൽ. ഓക്കെ, അഖിൽ. ഞാൻ കുറച്ച് നല്ലൊരു ചോദ്യം ചോദിക്കും. ആൻസർ പറയാമെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി അല്ലേ? ഓക്കെ, ആധാർ കാർഡ് ഉണ്ടോ? ഇല്ല. അതന്നെ, ആധാർ കാർഡ് ഓൾറെഡി ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആധാർ കാർഡ് നിലവിൽ ആദ്യമായിട്ട് വന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരെന്താണെന്ന് അറിയോ?
അക്ഷയ് ഓക്കെ. യെസ്, സംസ്ഥാനം എങ്ങനെ അക്ഷയ ആയത്? അല്ല, സംസ്ഥാനമാണ്. യെസ്, പറഞ്ഞോളൂ. ഡൽഹി. ഓക്കെ, പറയൂ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെയാണ് ആൻസർ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. സംഭവം മൊത്തം റോങ് ആൻസറാണ്. ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ, ഹാപ്പി അല്ലേ? ഒരായി പറഞ്ഞു ഗൈസ്. അങ്ങനെ ഞാൻ മാനാഞ്ചിറയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക ഗൈസ്. ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്താ പറയുക, ഈ ടൈം എന്ന് വെച്ചാൽ നല്ലൊരു സമയമാണ്. എന്താ വെയിലൊന്നുമില്ല മൊത്തത്തിൽ. അമ്മ ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം, ഇവിടെ കുറേ അടിപൊളി ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹായ് ഗൈസ്. ഹായ്, പേരെന്താ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ ആധാർ കാർഡ് നിലവിൽ ആദ്യമായിട്ട് വന്ന ഒരു സംസ്ഥാനം ഉണ്ട്. അതിൻ്റെ പേരെന്താ പറയാന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഞാൻ തരാം. അറിയോ? ഒന്നും അറിയില്ലല്ലേ? സംസ്ഥാനമാണ്, അറിയോ? തമിഴ്നാടോ? റോങ് ആൻസർ. നിങ്ങൾ പറയൂ. കേരളം റോങ് ആണ്. ഓക്കെ, റോങ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ യൂട്യൂബിൻ്റെ ചാനലാണ്. അപ്പോൾ നിങ്ങൾ ആൻസറൊക്കെ പഠിച്ചിട്ട് വേണ്ട ഇവിടേക്ക് വരാൻ. ആണല്ലേ? ആണ്. ആൻസർ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഗിഫ്റ്റ് തരിക? വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ പേരെന്താ അറിയോ? അറിയോ? അതെ, ലോകത്തിലെ പറഞ്ഞോളൂ, മടിക്കണ്ട, പറയൂ. ആണ്, അത് പറയൂ. തടാകം നൈൽ. റോങ് ആൻസർ. ഓക്കെ, നിങ്ങൾ പറയൂ. ഓക്കെ, നിങ്ങൾ പറയൂ. ആമസോൺ. ആമസോൺ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അല്ലേ? ആ, ഇത് തടാകമാണ്. യെസ്, നിങ്ങൾക്ക് മാത്രം ഒരു ചാൻസ് ഉണ്ട്. ക്ലൂ ഇല്ല. ക്ലൂ ഇല്ല. നല്ല ഞാൻ തോണ്ടി ചോദിക്കുകയല്ലേ, ക്ലൂ ചോദിക്കുക. നിങ്ങൾ നല്ല ടീമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായാലും നിങ്ങൾക്ക് കിട്ടൂലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഇനി വേറെ ക്വസ്റ്റ്യൻ വേണോ? ഓക്കെ, ഈ ലോക ആമ ദിനം എന്നാണെന്ന് അറിയോ? യെസ്, അതിന് ക്ലൂ ഇല്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടാവും. ഒക്കെ വെറൈറ്റിയാണ്. മെയ് 5. റോങ് ആൻസർ. ഓക്കെ, നിങ്ങൾ പറയൂ. പറയൂ, ഞാൻ പറഞ്ഞു. റോങ് ആൻസർ. നിങ്ങൾ പറയൂ. ഇനി ഞാൻ ക്ലൂ തരില്ല. നിങ്ങൾ ക്ലൂവിൻ്റെ ആൾക്കാരാ തോന്നുന്നില്ലേ? വെറുതെ അങ്ങനെ ഓസി അടിക്കാൻ വേണ്ടി വന്നായിരിക്കില്ലേ? നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഒറ്റ ചാൻസ് ഉണ്ട്. റോങ് ആൻസർ. അപ്പോൾ ക്യാമറ നോക്കി പറഞ്ഞു. ആ സൈഡ് മൊത്തം മഴക്കാറൊക്കെ വന്നിട്ട് ഇന്ത്യ മോനെ എന്താ ഗൈസ് ക്ലൈമറ്റ്. ഈ നല്ല മഴക്കാറുണ്ട് ഗൈസ്, അടിപൊളി, ഒരു രക്ഷയില്ല. കാണാൻ കണ്ണിനോട് കാണുന്ന മാതിരി നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിൽ കാണാൻ പറ്റില്ല. നല്ല അതിമനോഹരമായൊരു സീനറി തന്നെ ഗൈസ് ഈ കാണുന്നത്. കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, ഈ മരമൊക്കെ അങ്ങനെ ഇളകുന്നുണ്ട് ഗൈസ്. ഫുള്ള് വിഷയമാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ചോദിക്കല്ലേ? അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ ഹാപ്പി അല്ലേ? റിസ്ക് എടുക്കല്ലേ? ഓക്കെ, എന്നാൽ ഇവിടേക്ക് വരൂ. യെസ്, വരൂ, കമോൺ. യെസ്, ആധാർ കാർഡില്ലേ ആദ്യമായിട്ട് നിലവിൽ വന്ന ഒരു സംസ്ഥാനമുണ്ട്. അതിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഇന്ത്യ. ആരാ പറഞ്ഞേ? കൂട്ടത്തിലുള്ളൊക്കെ പൊട്ടന്മാരല്ലേ? ആരാ ആണ്? മന്തിയൊക്കെ വാങ്ങിത്തരാ. ഇതൊരു ആൻസർ പറയണം നിങ്ങൾ. പറയും. നീ പറയും, ഒരു സംസ്ഥാനം പറയും. ദുബായിലെ ആൻസർ. ഓക്കെ, സംസ്ഥാനം അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മന്തി ഇല്ല. ഓക്കെ, യെസ്, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ മഴ പെയ്യൂ, ഞാൻ പോട്ടെ. ട്രിവാൻഡ്രോ? തിരുവനന്തപുരോ? തിരുവനന്തപുരം എങ്ങനെ സംസ്ഥാനമായത്? അത് ജില്ലയല്ലേ? സംസ്ഥാനം തിരുവനന്തപുരോ? മോനെ പേരെന്താ? ധ്യാം. ഡൽഹി. ഇനി അതൊക്കെ പിന്നെ കുഴപ്പമില്ല. അത് ഈ തിരുവനന്തപുരം പറഞ്ഞത്. എന്നാ ഞാൻ പോട്ടെ. എന്നാല് നിങ്ങൾ ഹാപ്പി ആക്കി. ഹലോ ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ പറയാൻ വെച്ചാൽ ഗിഫ്റ്റ് ഞാൻ തരാം. ഏറ്റവും കൂടുതൽ വലിയൊരു തടാകമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാ പറയാൻ പറ്റുമോ?
ഏതാണ് അറിയില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ? അടിപൊളിയാണ്. മഴ എങ്ങനെ? മഴ ഇഷ്ടമാണോ? ആണല്ലേ. മഴ ഇപ്പം പെയ്ത്. എന്നാൽ ഞാൻ പോട്ടെ. അപ്പോൾ യൂട്യൂബായിരുന്നു അനസ് വ്ലോഗ് 20 ബൈ. ഒരു കുട തരുമോ? എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. ആണ്. എന്നാൽ മഴ പെയ്ത്. എന്നാൽ ഞാൻ പോട്ടെ. അപ്പോൾ ഒരു യൂട്യൂബായിരുന്നു അനസ് വ്ലോഗ് 21. സ്നേഹം ഉണ്ടോ നോക്കിയതാ. സ്നേഹമില്ല. ഓക്കെ ബൈ ഗൈസ്. നല്ല മഴയാണ് കോഴിക്കോട്. ഫുള്ള് മഴ, വിഷയമായിട്ടുള്ള മഴ ഗൈസ്. കണ്ടോ, ഫുള്ള് മഴ പെയ്ത് ഞാനാകെ ലോക്കായി ഗൈസ്. കണ്ടോ ഗൈസ്, നല്ല മഴ. എൻ്റെ മോനെ, ഒരു ടീം കൊടൊക്കെ ചൂടി വരുന്നുണ്ട് ഗൈസ്. ഫുള്ള് മഴയായി. ഇപ്പം കോഴിക്കോട് മൊത്തം മഴയിലാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വ്ളോഗ് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. പുറത്ത് നല്ല മഴയാണ്. കണ്ട ഗൈസ്, മൊത്തം മഴയാണ്, വിഷയമായ മഴ. അപ്പോൾ ഇന്ന് വ്ളോഗ് വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട, മഴ പെയ്ത് ലോക്കായി കിടക്കുക ഗൈസ്. ഫുള്ള് ലോക്കാണ്. മാക്സിമം ലൈക്ക് കയറണം. ലൈക്ക് എന്തായാലും ലൈക്ക് അടിക്കണം. മഴത്തെ വ്ളോഗ്, ഫുള്ള് വ്ളോഗ് മഴത്ത്. എന്താ പറയുക, ഫുള്ള് സീനാ ഗൈസ്. ഗൈസ് കണ്ടോ, ഒരു ടീമൊക്കെ അത് ഓടിക്കളിക്കണം മഴത്ത്. എന്ത് മൂഡ് ഗൈസ്. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. പിന്നെ കണ്ടപാടെ നമ്മള് വിളിച്ച് ലിഫ്റ്റ് കൊടുത്ത് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയാലോ? ഏറ്റവും വലിയൊരു തടാകം ഉണ്ട്, അതിന്റെ പേരെന്താ പറയാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഞാൻ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തടാകം എനിക്കിപ്പോ അറിയണപ്പോ കപ്പക്കെട്ട് മറ്റേ നമ്മളെ അത് അറിയുള്ളൂ. അങ്ങനെയൊക്കെയാണ്. ഓക്കെ ഗൈസ്, വൻ ബ്ലോക്കും ആണ് ഇന്ന്. ബ്ലോഗ് ഇടാൻ കുറച്ച് ലേറ്റ് ആവും ഗൈസ്. ഗൈസ് നല്ല ബ്ലോക്കാണ് ഇവിടെ. വിഷയമെന്ന് വെച്ചാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല. നല്ല മഴയാണ്. ബോസ് എങ്ങനെയുണ്ട് മഴനെ കുറിച്ച് പറയാനുള്ളത്? നല്ല മഴ. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഫുള്ള് മഴയാണ്. ബ്രോ എങ്ങനെയാണ് മഴ? എങ്ങനെയുണ്ട്? നല്ല മഴ. എങ്ങനെ മഴ ഹാപ്പി അല്ലേ? ഓക്കെ, ഒരു ആയി പറഞ്ഞോ. ഒരു യൂട്യൂബാണ് അനസ് വ്ലോഗ് 21. അതെ, ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്, ഫുള്ള് മഴ, വിഷയമാണ്. നമ്മളെ ബസ്സൊന്നും വരുന്നേ കാണുന്നില്ല. എന്താ ചെയ്യാം, ഫുള്ള് വിഷയവും. ഇമാര് വിഷയം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എന്താ പറയാ, നമ്മളേതായാലും കാത്തിരിക്കുന്നുണ്ട്. ബസ് ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫുള്ള് വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് യാത്രക്കാരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ വ്ളോഗാണ്. ബസ് വന്നാലേ ഞാൻ പോവുള്ളൂ ഗൈസ്. അതുവരെ ഇവിടെ നിന്ന് ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കും. അല്ല മോനെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുന്നുണ്ട് ഗൈസ്. നമ്മളൊരാൾ കണ്ട്, നമ്മളെ ഫാന് കണ്ട്. ഓക്കെ, മുന്തിരിയൊക്കെ അവിടെ ഫുള്ളായിട്ട് മുന്തിരി. എൻ്റെ മോനെ, മുന്തിരി എത്ര വില? മുന്തിരിക്ക് 100, 120 ആണല്ലേ. ഹാപ്പിയാണ്. ഒരായി പറഞ്ഞോളൂ. ഓക്കെ, മഴ എങ്ങനെയുണ്ട്? ആണല്ലേ, ഹാപ്പിയാണ്. ഓക്കെ, എന്നാൽ ഞാൻ ബസ് ഇപ്പോൾ വരും. ഞാൻ പോട്ടെ. എൻ്റെ ബസ് അതാ വരുന്നുണ്ട്. ഞാൻ പോട്ടെ. അത് സഫാന്ന് പറഞ്ഞ ബസ്സാ. അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ, അതെ. ഓക്കെ, അമ്മക്കൊരായി. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഒരായി. അമ്മക്ക് ബസ് വന്നു ഗൈസ്. നമ്മളെ ബസ് വന്ന്. ബസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബസ് വന്ന്. അപ്പം വ്ളോഗിന് കുറച്ച് ലേറ്റ് ആകും ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം. ഓക്കെ, മോനെ കേറട്ടെ. ബസ് കത്തും ഗൈസ്. ഒരുപാട് യാത്രക്കാരുണ്ട് ബസ്സിൽ. ഹാപ്പി അല്ലേ മച്ചാ? ഓക്കെ, എവിടെയൊക്കെ പോണ്? പൂങ്കുടി. ഓക്കെ, പൂങ്കുടി എങ്ങനെ? അടിപൊളി സ്ഥലമാണോ? എങ്ങനെ ഈ ടൂറിസ്റ്റിന് വരാൻ പറ്റിയ സ്ഥലമാണോ? എങ്ങനെ കോടമഞ്ഞുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഗൈസ്, കോടമഞ്ഞ് ഇല്ലയെന്നാണ് പറയുന്നത്. അപ്പോൾ പൂങ്കുടിയിൽ കോടമഞ്ഞ് വന്നാൽ വിസിറ്റേഴ്സ് ഉണ്ടാവോ? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? എങ്ങനെയാണ് അറിയില്ല. ഓക്കെ, അവർ ചെറിയൊരു യൂട്യൂബായിരുന്നു. ഓക്കെ, ഒരായി പറഞ്ഞു ഗൈസ്. എൻ്റെ നാട്ടിലൊക്കെ മഴ പെയ്തുന്നത്. നിലത്തൊക്കെ വെള്ളം കാണുന്നില്ലേ? എൻ്റെ വീട് അതാക്കണം അവിടെ. അപ്പോൾ ഗൈസ്, ആൻസർ പറയാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ട് ആധാർ കാർഡ് നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പിന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ പേര് കാസ്പിയൻ കടൽ. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം. ഹായ് ഗൈസ്, അപ്പോൾ ലോക ആമ ദിനം എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. അതിൻ്റെ ആൻസർ ആ ദിനം മെയ് 23. ഓക്കെ, ബൈ.
ഹായ് ഗൈസ്, അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള ഒരു ജീവിയുണ്ട്, അത് നമ്മളെ കടുവ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും ഗിഫ്റ്റൊന്നും ആർക്കും കിട്ടിയില്ല. ക്യാഷ് പ്രൈസാണ് ഞാൻ കൊടുക്കാൻ വിചാരിച്ചത്, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ പോയി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും അടിപൊളി വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഓക്കെ, ബൈ.